Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55 488 910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ഉടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഞെട്ടിവിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം. ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി. ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ, കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം, കരുത്തു കാട്ടും പ്രകാശമാലേ. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഞെട്ടിവിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം. ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി. ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ, കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം, കരുത്തു കാട്ടും പ്രകാശമാലേ. വളരെ ശക്തമായ പ്രവർത്തനത്തിൽ നടത്തുന്ന കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഞെട്ടിവിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം. ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി. ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ, കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം, കരുത്തു കാട്ടും പ്രകാശമാലേ. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഞെട്ടിവിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം. മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി. ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടും. പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ, കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം, കരുത്തു കാട്ടും പ്രകാശമാലേ. ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സലാം പരിപാടി
സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ CD അഹമ്മദ് സാഹിബ്, പ്രിയപ്പെട്ട MLA K അഷ്റഫ് അടക്കമുള്ള ജില്ലാ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പോഷക സംഘടനകളുടെയും സമുന്നതരായ നേതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കൾ, 10:30 എല്ലാവരെയും പരിപാടിക്ക് ക്ഷണിച്ചത്. നമുക്കറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അത് കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജീവകാരുണ്യ വർക്കിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട MP ED മുഹമ്മദ് ബഷീർ സാഹിബ് ആണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ എന്ന നിലക്ക്. അദ്ദേഹത്തിന് ആ ഒരു ജീവകാരുണ്യ രംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ CS സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ ഒരു അപ്പോയിൻമെന്റ് കിട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പറഞ്ഞ സമയത്ത് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാലും അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധി ഉണ്ടതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് വൈകിയാണ് ഇവിടെ ജില്ലാ കമ്മിറ്റിക്ക് പ്രവാസികൾക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. KMCCയുടെ മുഖ്യ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം ഒരു ഭാഗത്ത് വളരെ ഭംഗിയായി നടക്കുമ്പോഴും മറ്റുള്ള മേഖലകളിലും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ചെന്നുകൊണ്ട് ഒരു അടയാളപ്പെടുത്തൽ നടത്താൻ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി നമുക്ക് പങ്കുവെക്കുകയാണ്. ഇന്നിവിടെ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, നമുക്കറിയാം, മതേതരത്തിന്റെ അംബാസഡറായി മാനവികതയുടെ പ്രതീകമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അതോടൊപ്പം മലയാളക്കരക്ക് ജീവകാരുണ്യത്തിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് നമ്മിൽ നിന്ന് മുഴഞ്ഞു പോയ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനസ് കെയർ എന്ന പ്രോജക്ട് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അതിന് ഒരു വകുപ്പായിട്ടൊരു വലിയൊരു കാര്യത്തിന് ഒരു സ്ഥലം തന്നെ കൊടുക്കണമെന്ന് നിശ്ചയമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദുബായിൽ നിന്ന് വരികയാണ്. മാത്രമല്ല, നമ്മുടെ ഇതിനൊക്കെ സഹായിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം കമ്മിറ്റിയുടെ മറ്റൊരു ഭാരവാഹിയുണ്ട്, അമീർക്ക, നിങ്ങൾക്ക് ഇതാളായിരുന്നു. അദ്ദേഹം വരുന്നുണ്ട്. അവർക്ക് അദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹം വരുന്നുണ്ടോ നമുക്ക് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ദുബായിനും രാത്രി മുഴുവൻ യാത്ര ചെയ്തെത്തി. ഞാനും പോയി. അവരെ അങ്ങനെ തന്നെ നമ്മുടെ തിരുവനന്തപുരം CH സർവീസിന് നല്ല വരുമാനമായിരുന്നു. അപ്പോൾ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി, രേഖകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പോകുന്നത് അത്രയും പ്രധാനമായിട്ട് സംഗതിയായതുകൊണ്ട് ഞാൻ 4:30 മണിക്ക് എണീറ്റ് പുറപ്പെട്ടതാണ്. പാലക്കാട് പോയി അവരുമായിട്ട് കണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്, ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏറ്റവും അടുത്ത ആളുകളാണ്. എങ്ങനെയെങ്കിലും പഠിത്തം സാധിച്ചിട്ട് കാത്തിരുന്നും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ കാത്തിരുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി, അവിടുത്തെ നല്ല കാര്യത്തിന് വേണ്ടി കാത്തിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷമക്കും മറ്റ് സംഗതിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. പക്ഷേ ചെറുപ്പം ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ആയിട്ട് അവരായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഒരു അടുപ്പം അത് വിചാരിച്ചാൽ നിങ്ങൾ വിളിക്കാറുള്ളത്. അത് വിചാരിച്ച് തന്നെ ഞാനും ഓടി വരാറുള്ള സംഗതി. ടീമിൻ്റെ കാര്യം അതുപോലെ തന്നെ നമ്മുടെ മറ്റു നേതാക്കൾ, പിന്നെ എല്ലാം തന്നെ അന്തർച്ച അടക്കമുള്ള ആളുകൾ, ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഒരുപാട് കാലം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളുകൾ. പിന്നെ ഇന്നത്തെ ഈ പരിപാടി വളരെ വളരെ വലിയൊരു പരിപാടി. പദ്ധതിയുടെ ആദ്യത്തെ മുൻകൈയാണ്. അത് തന്നെ വലിയ കാര്യമായി. കാരണം വെച്ചാൽ തങ്ങളവരുടെ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു മനുഷ്യനായിരുന്നു. തൻ്റെ പെരുമാറ്റത്തിനും ജീവിതത്തിനും ഒക്കെ തന്നെ വലിയ വിശുദ്ധി കാണിച്ച നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ആ ഒരു ജീവിത വീക്ഷണവും ചൈതന്യവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. പല സ്ഥാപനങ്ങളും തങ്ങളെ സന്ദർശിക്കുന്ന രോഗികളുടെ അദ്ദേഹത്തിന് വലിയ ഹൃദയബന്ധമാണ്.
അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നമ്മളിവിടെ KMCC അത് നമ്മുടെ കാസർഗോഡ് ജില്ല KMCC ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ചികിത്സാ പദ്ധതിയാണെങ്കിൽ ശരിക്കും ഒരു ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഈ കുട്ടികൾ എത്ര പ്രവർത്തിച്ചിട്ടുണ്ടാകും, ഈ KMCCയുടെ പ്രവർത്തകന്മാർ എത്ര ഉത്സാഹിച്ചിട്ടുണ്ടാകും. മാത്രമല്ല അത് ഉത്സാഹിക്കാതെ മാത്രമല്ല, നിങ്ങളെല്ലാവരും കൂടി യോജിച്ച് നിന്നതുകൊണ്ടാണ് ഈ പുണ്യകരമായ കാര്യങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് സംഭാവനകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹൈറായ ഒരു സംഗതിയായി ജാരിയായിട്ട് ശ്രദ്ധയായി സാധിക്കും. അപ്പോൾ ഈ പൈസ കൊടുത്ത് സഹായിച്ചവരുണ്ട്, പൈസ കൊടുക്കാതെ സഹായിച്ചവരുണ്ട്, ഒക്കെ ഉണ്ട്. അവർ നിമിഷമായിട്ട് നിങ്ങൾ എടുത്ത് വലിയ വലിയ സഹായിമാർ പറഞ്ഞിരുന്നു. ഇതൊന്നുമില്ലല്ലോ, ഞങ്ങൾക്കിത് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ നിമിഷമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തത് നല്ല നിലയിൽ പെരുമാറാനും ദിക്ർ ചെല്ലാനും അതൊക്കെ തന്നെ അല്ലാഹു തആല ധർമ്മമായിട്ട് സ്വീകരിക്കുമെന്ന ആശ്വാസവചനമാണ്. അപ്പോൾ ഞാൻ നിസ്സാരി വീട്ടിൽ വലിയ തോതിലുള്ള പ്രകടനം സംഗതിയാണ്. അത്രയും പരിപാവനമായ ഒരു സംഗതിയാണ് നിങ്ങളിവിടെ നടത്തിയത്. പഠിച്ചവർ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സൽക്കർമ്മമായി ജാരിയായി ശ്രദ്ധയായി സ്വീകരിക്കുവാനാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലാഹു തആല നമ്മുടെ മനസ്സിനും ശരീരത്തിനും കരുത്ത് നൽകട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ നന്മയും നൽകുന്നുണ്ട്. വൈകിയാണെങ്കിൽ തന്നെ ഔപചാരികതയുടെ പേരിൽ അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനം ഈ നിലയിൽ നിർവഹിച്ചതായി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, അഭിവാദം. അംഗീകരിച്ച ദിവസം പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് ജനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ധനടിയും പാവപ്പെട്ടവരും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനും ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് KMCC മുന്നോട്ട് വന്നത് പ്രത്യേകിച്ച് കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും എടുത്തു പറഞ്ഞ വസ്തുതയാണ്. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കുറെ വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന എന്നതിലുപരി KMCC അതിൻ്റെതായ ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തുകയും അവർ തങ്ങൾക്കുണ്ടായ പ്രവാസ ജീവിതത്തിനിടയിൽ അവർക്ക് ലഭിക്കുന്ന അവരുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഇനി നാട്ടിലെ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ നമ്മുടെ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി തന്നെ ആദ്യമായി ബൈത്തുറഹ്മ പദ്ധതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലായിരുന്നു ജില്ലാ കമ്മിറ്റിയായിരുന്നു രൂപപ്പെടുത്തിയത്. അപ്പോൾ അത് 13 വർഷം മുമ്പ് ചെറുപ്പമുള്ള സാഹിബ് പ്രസിഡന്റായിരുന്ന കാലത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും അങ്ങനെ ഒരു ബൈത്തുറഹ്മ പദ്ധതി ആരംഭിക്കണമെന്ന് ഉദ്ദേശത്തോടുകൂടി അങ്ങനെ പ്രഖ്യാപിച്ചെങ്കിലും അതിന് എങ്ങനെ നടപ്പിലാക്കണമെന്ന ഒരു ധാരണയുമില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചെറുപ്പമുള്ള സാഹിബ് സൗദി അറേബ്യയിൽ സന്ദർശിക്കുന്ന സമയത്ത് സൗദി KMCCയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിലും ഒരു ബൈത്തുറഹ്മ വിതരണം നൽകണമെന്ന അദ്ദേഹത്തിന്റെ കർശനമായ ആവശ്യപ്രകാരമാണ് ബൈത്തുറഹ്മ പദ്ധതി ആരംഭിച്ചത്. അത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ നേതാക്കളുടെ നാമധേയത്തിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നു വരുന്നത്. അതിന് സാമ്പത്തികവും ശാരീരികവുമായ സഹായങ്ങൾ ചെയ്യുന്ന എല്ലാ സഹോദരന്മാർക്കും സർവശക്തനായ അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നടന്നുപോയ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണവും സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആൻഡ് വെൽനസ് കെയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായുള്ള ഇസാദ് 2024 പദ്ധതിയുടെ ധനസഹായ വിതരണവുമാണ് ഇവിടെ സംഭവിച്ചത്. ക്യാൻസർ, അതുപോലെ വൃക്കരോഗം, ഹൃദ്രോഗം തുടങ്ങിയ മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോൾ അതിനെ സഹായിക്കാനും ചികിത്സ നടത്താനും തീർച്ചയായും ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്ന ഹെൽത്ത് കെയർ തീർച്ചയായും വലിയ ഒരു തണലുമായി ഇവിടെ പ്രവർത്തിക്കും. അതിനെല്ലാ ഭാഗത്തും നമുക്കറിയാം KMCCയെ സംബന്ധിച്ചിടത്തോളം നിരവധി ഇതുപോലുള്ള ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. അല്പം വൈകിയെങ്കിലും ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിക്കുന്ന ദുബായ് KMCCയുടെ ഈ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കും. അതിനിടയിൽ നമ്മൾ സംസാരിക്കും.
70കളിലും 80കളിലും മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ അക്കാലത്ത് നേതൃത്വം കൊടുത്ത പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ അവരുടെ വലിയ ഭൂതകാല ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മളിപ്പോഴാണ് കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും നമുക്ക് വേണ്ടി സ്വന്തം ഉണ്ടാക്കണമെന്നുള്ള ഒരു ചില ഒരുക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനിടയിൽ നമ്മൾ CH സെന്ററിന്റെ പ്രഖ്യാപനം നടത്തി. CH സെന്ററിന്റെ പ്രഖ്യാപനം നടത്തി 10 ഡയാലിസിസ് മിഷനോട് കൂടിയുള്ള കാസർഗോഡിനെ സമർപ്പിക്കുന്ന സന്തോഷകരമായ ഒരു വാർത്തയും കൂടി നമ്മൾ കേൾക്കാൻ നിൽക്കുകയാണ്. നമ്മൾ അതിന്റെ ആദ്യ യോഗത്തിൽ തന്നെ CH സെന്ററിന്റെ 10 മിഷൻ പുറത്ത് നിന്ന് വാങ്ങേണ്ട നമുക്ക് തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഓരോ മിഷൻ എടുക്കാമെന്ന തീരുമാനത്തോടു കൂടിയാണ് 10 മിഷൻ നമ്മൾ സമയത്ത് ആ കമ്പനിക്ക് ഞങ്ങളുടെ തുകയിൽ അയച്ചു കൊടുത്തു. നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാലക്കാട് ചെയ്യുന്ന സാധിക്കുന്ന വിഷയാർത്ഥങ്ങൾ സൗജന്യമായി കാസർഗോഡിന്റെ ആസ്ഥാനത്ത് CH സെന്ററിന്റെ ഡയാലിസിസ് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു. അതിനിടയിലാണ് അനവധി മികച്ച പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ കാസർഗോഡ് KMCCയുടെ ലീഡർഷിപ്പ് നാട്ടിൽ പാലക്കാട് സിംഗ് ഹൈദർ ഷാബ് തങ്ങളുടെ പേരിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ്. ഞാനൊരു അതിർത്തിയിൽ MLA എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ദിനചര്യയിൽ ഒരു 10-15 കോളേജിലും മംഗലാപുരത്തെ ഹോസ്പിറ്റലുകാർക്ക് ബില്ല് കുറയ്ക്കാൻ വിളിക്കാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. കാസർഗോഡ് ജില്ലാ KMCCയുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന സമയത്തും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഞാനൊരു ലീഗുകാരൻ എന്ന് പറയാൻ 1000 വട്ടം അഭിമാനം തോന്നുന്ന രീതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ തലമുറ കർണാടകയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിച്ചപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിം ലീഗിന്റെ MLA എന്ന നിലയ്ക്ക് എനിക്കും സംഘടിച്ചു. ഞാൻ 10 ദിവസക്കാലം ഷിരൂരിൽ പോയി അർജുന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കന്നഡയിലെ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അവിടുത്തെ MLA സതീഷ് ശൈൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉത്തര കന്നഡ ജില്ലയിലെ ജില്ലാ കളക്ടറും SP-യും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അർജുൻ നിങ്ങളുടെ ആരാണ്? ഞാനപ്പോൾ പറഞ്ഞു, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കാരനല്ല, എൻ്റെ ജില്ലക്കാരനല്ല, എൻ്റെ പാർട്ടിക്കാരനല്ല. രണ്ടാമത് അവരെന്നോട് ചോദിച്ചു, പിന്നെ എന്തിന് 10 ദിവസക്കാലം രാത്രിയും പകലും ഈ തെരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അഭിമാനം കൊണ്ട് കളക്ടറോട് SP-യോട് സതീഷ് ശൈലിനോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ആ പാർട്ടി പഠിപ്പിച്ച മാനവികതയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയത് എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞത്. ആ ലീഡർഷിപ്പും ആ മെസ്സേജിന്റെ ഭാഗമായിട്ടാണ്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയങ്കരനായ സലാമിന്റെയും സലാം ഗല്യപ്പാടിയുടെയും അനീഫിന്റെയും നേതൃത്വത്തിൽ വളരെ ശക്തമായി തന്നെ മുമ്പോട്ട് പോകുന്നതിന്റെ തെളിവാണ് ഇന്ന് കൂടി ഈ ജനസമൂഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപാട് വിവാദികൾ നേരിടുകയാണ്. ദുബായ് KMCCയോട് ഒരു പക്ഷേ UAE ഗവൺമെന്റ് തന്നെ ഏറെ കടപ്പെട്ടിട്ടുണ്ട് എന്ന് കോവിഡ് കാലം കഴിഞ്ഞ അവാർഡ് ചടങ്ങിൽ വെച്ച് ദുബായ് ഹെഡ് ഓഫ് കോവിഡ് ഓപ്പറേഷന്റെ മേധാവി പറഞ്ഞതായി ഞാൻ അറിഞ്ഞു, ഞാൻ കാണുന്നു, ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് രക്തം വേണമെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയും ചോദിക്കണ്ട, ദുബായ് KMCCയിൽ വിളിച്ച് പറഞ്ഞ് കാസർഗോഡ് ജില്ലയോടൊന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രക്തം കിട്ടിയില്ല. ഏകദേശം 5000 യൂണിറ്റ്. ഒരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ബ്രെഡാണ് ദുബായ് KMCC കാസർഗോഡ് ജില്ല വിഭാഗം ദുബായ് ഗവൺമെന്റിനെ കൊടുത്തത്. കോവിഡ് കാലമൊന്നും ഞാനിപ്പോഴും നോക്കുന്നത് 2020 മാർച്ച് 20 കോവിഡ് UAE-യിലും എത്തിപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ എന്താണ് ഈ രോഗം എന്നറിയാതെ പോലും എല്ലാവരും കൺഫ്യൂഷനായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുമ്പോട്ട് വന്നു. അവർ ദുബായ് സായുധ സേനയുമായും പോലീസുമായും മുനിസിപ്പാലിറ്റിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് അവർ മനസ്സിലാക്കി ആരാണ് KMCC എന്ന്. കണ്ടത് കോഡിലൂടെയാണ്. ആ കോഡുകൾ കാണുമ്പോൾ
അന്ന് കണ്ടത് ദുബായ് KMC ആണ് ആദ്യമായി കോവിഡ് പ്രവർത്തനങ്ങൾക്ക് മുമ്പോട്ട് വന്നത്. ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കോവിഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചത് ദുബായ് KMC ആണ്. ആ KMC വളരെ ശക്തമായി പ്രവർത്തിച്ച നേതാക്കന്മാരൊക്കെ ഇതിന്റെ മുമ്പിലും പുറകിലുമായി ഇരിക്കുന്നത്. അവരാണ് KMCC എന്താണെന്ന് ദുബായ് ഗവൺമെന്റിനും ലോകത്തിനും ബന്ധപ്പെടുത്തി കൊടുത്തത്. ഒരു പ്രശ്നം വരുമ്പോ ഒരു സന്നദ്ധ ഭടന്മാരെ പോലെ മുമ്പോട്ട് വന്നത് അത് ദുബായ് KMCC. UAE ഒരു പ്രശ്നം വന്നപ്പോ അല്ലെങ്കിൽ ലോകത്തിന് പ്രശ്നം വന്നപ്പോ അവിടെ ഇറങ്ങിയത് KMCC. ആ KMCCയുടെ കാരണം, KMCC ഇറങ്ങാനുള്ള കാരണം ജീവകാരുണ്യ പ്രവർത്തനം അത് ഏത് സ്ഥലത്തായാലും, വളർത്തുന്ന നാട്ടിലായാലും പോറ്റുന്ന നാട്ടിലായാലും ഏത് നാട്ടിലായാലും ജീവകാരുണ്യ പ്രവർത്തനം അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് നാളെ റബ്ബിലിസത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ട ഒരു പ്രവർത്തനമാണ്. ദുബായ് KMCയോടാണ് അത് പറഞ്ഞത്. അന്ന് കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് ചെറുപ്പക്കാർ, ഒരു പക്ഷേ ഏജിലൊന്നും ഇരിക്കാതെ മുമ്പിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാർ, അവരാണ് ആ ദൗത്യം ഏറ്റെടുത്തത്. ഓരോ ഫ്ലാറ്റിലും ഒരു റൂമിൽ എത്ര ആൾക്കാരുണ്ട്, എവിടെ താമസിക്കുന്നു, എത്രയാണ് റൂമിൽ, അവർക്ക് വരുമാനം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ദുബായ് പോലീസ് നടത്തിയ സർവേ നടത്തിയത് KMCC ആണ്. ദുബായ് ലോകത്തെ എവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകമായി ഓഫീസിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ദുബായ് KMCC നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ്. ദുബായ് KMCയുടെ പ്രവർത്തകരാണ്. ഒരു പക്ഷേ ഞാൻ പലപ്പോഴും തമാശയിൽ പറയാറുണ്ട്, ദുബായ് KMCയുടെ ഭാഗമായുള്ള ഓഫീസ്, ദുബായ് പോലീസ് സ്റ്റേഷനടുത്തുള്ള ഓഫീസിൽ നമ്മൾ പ്രവർത്തനം നടത്തിയത്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന വിഭാഗമാണ് KMCC. ഡയറക്ടർ അംഗമാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് കേന്ദ്രങ്ങളുള്ള മെഷീനുകൾ, ഏകദേശം 55 മെഷീൻ പ്രവർത്തിക്കുന്ന, പൂർണ്ണമായും സൗജന്യമായി കൊടുക്കുന്ന ഒരു ഡയാലിസിസ് കേന്ദ്രമാണ് ഞങ്ങളുടെ കേന്ദ്രം. ഏകദേശം 1.5 ലക്ഷത്തോളം ഡയാലിസുകൾ നടന്നു കഴിഞ്ഞു. അവിടെ സ്വന്തം രക്തത്തെ ശുദ്ധീകരിക്കുന്ന ഡയാലിസിസ് പ്രോസസ്സ് നടക്കുമ്പോൾ ആ ബെഡിൽ കിടക്കുന്ന ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ചാരിക്കടന്ന് ബ്ലഡുകൾ ഇങ്ങനെ ശുദ്ധീകരിക്കുന്ന സമയത്ത് നോക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന ശിഹാബ് തങ്ങളുടെ മുഖമാണ്. ആരോഗ്യമില്ലാതെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവന് ഒരു കൂര വെച്ചു കൊടുക്കാൻ ആ പ്രദേശത്തെ ആളുകൾ പണം സ്വരൂപിച്ച് എല്ലാം ചേർത്തിണക്കി അവന് ബൈത്തുർ റഹ്മ എന്ന വീട് കൊടുത്തുകൊണ്ട് അവൻ ആ ലോക്ക് തുറക്കുമ്പോൾ ആ ലോക്ക് തുറന്ന് അവൻ ആദ്യം കാണുന്നത് ചിരിക്കുന്ന ശിഹാബ് തങ്ങളുടെ മുഖമാണ്. ഇവിടെ കളക്ടർ സാഹിബും MLA ഒക്കെ സൂചിപ്പിച്ചു വയനാട് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. അവിടെ എല്ലാം ചെല്ലുമ്പടിയാക്കി കൊടുത്തത് ഈ സന്നദ്ധ സേവന സംഘത്തെ രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ സപ്പോർട്ട് നൽകി ഇങ്ങനെ രാഷ്ട്രീയം മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ നമുക്ക് ശക്തി നിന്നത് ആ മഹാനായ ശിഹാബ് തങ്ങളുടെ ഓർമ്മകളാണ് എന്നതാണ്. ആ ഓർമ്മകളാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം തങ്ങൾ നൽകിയിരുന്നു എന്നതാണ്. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഏത് മലപ്പുറമാണ്? ആരാന്റെ വിറകുപെട്ടികളും വെള്ളംകോരികളുമായി പോകുമായിരുന്ന ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ വിശിഷ്യ നമ്മുടെ മലബാർ മേഖല, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ നിന്നൊക്കെ വിദ്യാഭ്യാസപരമായി വലിയൊരു പുരോഗതിയിലേക്ക് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ദുബായ് കാസർഗോഡ് ജില്ലാ KMCCയുടെ പരിപാടിയിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പ്രവർത്തനം ജീവകാരുണ്യ മേഖലയിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കമ്മിറ്റിയാണ്. വളരെ തിരക്ക് പിടിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ഓർഗനൈസേഷൻ സെക്രട്ടറിയും MP-യുമായ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ്, അദ്ദേഹത്തിന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ KMCCയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളെ ഏറ്റവും അധികം ഇന്ന് അഭിനന്ദിക്കുക. നമുക്കറിയാം, ഈ വയനാടിനുണ്ടായ ദുരന്തം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗ് കാണിച്ച ആ സഹായ ഹസ്തങ്ങൾ എല്ലാവർക്കും മാതൃകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ ഒത്തവണ്ണം പ്രശംസിക്കുകയാണ്. ഇന്നലെ മുഴുവനും നമ്മോടൊപ്പം ചെലവഴിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള മാഹിൻ കേളോട്ട്, അതുപോലെ സംസ്ഥാന മുസ്ലിം ലീഗ് ഉടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം. ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി. ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ
പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക കന്നിടുന്നു കൊതി തീരാതെ ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടും പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക കന്നിടുന്നു കൊതി തീരാതെ ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ ഇല്ല മറന്നങ്ങ് അകലുകില്ല എന്നും പ്രഭാദീപം ജ്വലിക്കും നാട്ടിൽ തങ്ങൾ ശിഹാബോര് പിരിഞ്ഞ നാള് ഏതായാലും എന്റെ സ്വാഗതം പോകാൻ ആഗ്രഹിക്കുന്നില്ല. അകലുകില്ല എന്നും പ്രഭാദീപം ജ്വലിക്കും നാട്ടിൽ തങ്ങൾ ശിഹാബോര് പിരിഞ്ഞ നാള് കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക കന്നിടുന്നു കൊതി തീരാതെ ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടും പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക കന്നിടുന്നു കൊതി തീരാതെ ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടും പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ കാരുണ്ടുലകിൽ തങ്ങൾ മാത്രം കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക കന്നിടുന്നു കൊതി തീരാതെ ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar.
Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിൻ്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്.